അപ്പോൾ പെട്ടെന്നൊരു കൊതി തോന്നി, നമുക്ക് അപ്പവും കൊഞ്ചേറി ഒന്ന് കഴിക്കണമെന്ന് ഇളയ മോനും ഒന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൊതി വന്നിട്ട് ചേട്ടായി കൊഞ്ചു മേടിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പണയക്കടവിലോട്ടാണ് കൊഞ്ചു മേടിക്കാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ പോയ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ. മക്കളും ചേട്ടായും കൂടിയാണ് പോയത്. ഞാൻ പണയക്കടവിലെ മുമ്പ് ഒരു വീഡിയോയിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക, അവധിക്കാലമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സീ ഫുഡൊക്കെ കിട്ടും കേട്ടോ. 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. രണ്ടും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫുഡാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. നല്ല 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ അവർ മീൻ മേടിക്കാൻ പോയി. മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടും പിന്നും അച്ഛനും മക്കളും അവിടെയൊക്കെ കറങ്ങിയും തിരിഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ പണയക്കടവിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്താണ് കേട്ടോ അവർ നിൽക്കുന്നത്. അതിൻ്റെ അടിഭാഗത്താണ് 1-2 കടകളൊക്കെ ഉള്ളത്. ചില കടകളൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇല്ലായിരുന്നു ഉള്ള കടയിൽ നിന്ന്. പക്ഷേ ഞണ്ടും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞ് പോയ സ്ഥിതിക്ക് പക്ഷേ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൊഞ്ച് മാത്രമേ കിട്ടിയിട്ട്, കൊഞ്ചും പൊടിമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീനും, അങ്ങനെ ആ 2 മീനും മേടിച്ചു കേട്ടോ. മീനും കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 പാത്രത്തിലാക്കി. അപ്പോൾ ഞണ്ടിന് പകരം കിട്ടിയത് പൊടിമീൻ എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. അങ്ങനെ കൊഞ്ചും കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ച് തന്നെയാണ് കേട്ടോ. കായൽ കൊഞ്ചാണേ, കടൽ കൊഞ്ചല്ല. അങ്ങനെ കൊഞ്ച് വൃത്തിയാക്കി, പൊടിമീനും വൃത്തിയാക്കി, മസാലയെല്ലാം പുരട്ടിയിട്ട് അപ്പോൾ കൊഞ്ച് പൊരിച്ച് കൊഞ്ച് കറിയും കൂടെ വെക്കാം എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പൊടിമീൻ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് നാളത്തേക്കായിട്ട്. കമ്പനിക്ക് നഷ്ടം എല്ലാം കൂടെ എടുത്ത് ചിലവാക്കി, അതുകൊണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് ആക്കിയിട്ട് അടുത്തങ്ങനെ നേരെ നമ്മൾ കൊഞ്ച് പൊരിക്കാനായിട്ട് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് കറിക്കുള്ളതെല്ലാം അരിഞ്ഞു. നമ്മളൊന്ന് കൊഞ്ച് കറിയും കൊഞ്ച് ഫ്രൈയും ഉണ്ടാക്കേണ്ട രാത്രിയിലത്തേക്ക്. അപ്പം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യണമെന്ന് പെട്ടെന്നൊരു കൊതിയൊന്നു. പക്ഷെ എന്തരെയാ സമയത്തിന് നമുക്കിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവൊന്നും കിട്ടിയതുമില്ല, നമ്മൾ ആട്ടിയതുമില്ലായിരുന്നു. പെട്ടെന്നുള്ളൊരിതായതുകൊണ്ട്, ഇല്ലെങ്കിൽ ആട്ടിയെങ്കിലും എടുത്തേനെ. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പുട്ടും കൊഞ്ച് കറിയും കൊഞ്ച് ഫ്രൈ ആയിട്ടാണ് ഇന്ന് കഴിക്കാൻ പോണത്. രാത്രി ആയതുകൊണ്ട് ഇതിനകത്ത് ക്ലിയർ കുറവായിരിക്കും. ഉള്ളിയൊക്കെ വഴട്ടുന്നതേ ഉള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വഴട്ടുന്നതേ ഉള്ളൂ, ഒന്നും ആയില്ല. ഇതിലെല്ലാം ഇടുന്നതെന്ന് കാണിച്ചില്ല. ആദ്യം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും കുറച്ച് സവാളയും കൂടെ ഇട്ട് വഴറ്റി അതിൽ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടു, അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മളെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാധാരണ പോലെ മസാല അതെല്ലാം കൂടെ ഇട്ട് വഴറ്റിയിട്ട് നമ്മളുടെ ചൂടായിട്ട് അരപ്പൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കൊഞ്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും കൊണ്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ വച്ചിരിക്കുകയാണ്. സംഭവം നല്ല ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുക്കാനും പറ്റുന്നില്ല, എനിക്കതൊന്നും കാണിക്കാനും പറ്റിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും വെന്ത് തീർന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊഞ്ച് കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മൾ വാങ്ങി നല്ല ചൂട് പറക്കുന്ന കൊഞ്ച് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് അടിപൊളി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് നല്ല രീതിയിലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻസിലൂടെ അറിയിക്കുക, നമ്മൾ ഇനിയും തിരുത്തുന്നതാണ്. അവസാനം നമ്മൾ ഗോതമ്പ് പുട്ടുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. ഇനി ഒരു ദിവസം അപ്പമായിട്ട് പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും കാണുക.